നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കേരള വിഷൻ്റെ ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കോംബോ പ്ലാൻസ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അവർ കേബിൾ TV സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അത് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്, അത് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വീഡിയോയിലോട്ടാണ് നമുക്കിന്ന് പോകാനുള്ളത്. അപ്പോൾ കൂടുതലൊന്നും സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പുതിയ പ്ലാൻസ് എന്ന് പറയുന്നത്. FPP പ്ലാൻസ് അതുപോലെ തന്നെ കിടപ്പുണ്ട്, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിടപ്പുണ്ട്. പിന്നെ വരുന്നത് അൺലിമിറ്റഡ് പ്ലാൻസും അതേ റേറ്റിൽ തന്നെ അതേ ഒരു Mbps തന്നെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ അന്ന് എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഫോർ കേബിൾ TV സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലാനാണ് ഇപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം നമ്മുടെ ഒരു കേബിൾ TVയും ബ്രോഡ്ബാൻഡും കൂടെ ഒരുമിച്ച് കിട്ടുന്നത് വലിയൊരു ലാഭം തന്നെയാണ്. പക്ഷേ അതിൽ വന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് മാറ്റി അവർ 300 GB ആക്കിയിട്ടുണ്ട്. അപ്പോൾ 30 Mbpsൻ്റെ മുമ്പ് വരുന്നത് 30 Mbpsൻ്റെ മാത്രമായിരുന്നു 500 GB വരുന്നത്. ബാക്കി 10 Mbps 20 Mbps അൺലിമിറ്റഡ് ആയിരുന്നു വരുന്നത്. അതവരെടുത്ത് മാറ്റിയിട്ട് 300 GB ആക്കി വെട്ടി കുറച്ചിട്ടുണ്ട്. റേറ്റ് വന്നിട്ട് വരുന്നതെന്ന് പറയുമ്പം 10 Mbps കേബിൾ ഇൻക്ലൂഡഡ് കേബിൾ വരുന്നതെന്ന് പറയുമ്പോൾ 549 രൂപയാണ് വരുന്നത്. 300 GB ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ 300 GB യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ 2 Mbps സ്പീഡിലാണ് ബാക്കി വരുന്നത്. ആദ്യം 10 Mbps, പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ 20 Mbps. 20 Mbps 300 GB തന്നെയാണ്. അത് ഈ 300 GB യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 Mbps സ്പീഡിലാണ് വരുന്നത്. 649 രൂപയാണ് അതിന് വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുമ്പം നമ്മുടെ 30 Mbps വരുന്നതെന്ന് പറയുമ്പോൾ 300 GB ഡാറ്റയാണ് വരുന്നത്. അത് 749 രൂപയാണ് വരുന്നത്. 300 GB കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 Mbps സ്പീഡിലാണ് കിട്ടുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ക്വാർട്ടർലി പ്ലാൻസ് അതും വന്നിട്ടുണ്ട്. നമ്മുടെ ആ പോയ പ്ലാനുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നതെന്ന് പറയുമ്പോൾ 30 Mbps 1500 GB ആണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 1785 രൂപയാണ് വരുന്നത്. 1500 GB ക്വാർട്ടർലി പ്ലാനാണ്, 30 Mbps സ്പീഡിലാണ് വരുന്നത്. അപ്പം ആ ഒരു പ്ലാൻ നമ്മൾ 1500 GB യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന 2 Mbps സ്പീഡിലാണ് വരുന്നത്. പിന്നെ 50 Mbpsൻ്റെ ക്വാർട്ടർലി അൺലിമിറ്റഡ് അല്ല, ക്വാർട്ടർലി പ്ലാൻസ് ആണ്. അപ്പോൾ അൺലിമിറ്റഡ് ഒക്കെ അവരെടുത്ത് മാറ്റി 50 Mbps 1500 GB ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ 4 Mbps സ്പീഡിലേക്ക് കിട്ടുള്ളൂ. 1500 GBക്ക് 2000 രൂപയാണ് വരുന്നത്. 1999 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റ ബൂസ്റ്റേഴ്സൊക്കെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫുള്ള് അവർ എടുത്ത് കളഞ്ഞ പ്ലാൻസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കേരള വിഷൻ്റെ സൈറ്റിൽ ഇപ്പോൾ കയറാൻ പറ്റുന്നില്ല, കാരണം എന്തെങ്കിലും അപ്ഡേറ്റ് നടക്കുകയായിരിക്കും. ഇപ്പോൾ കയറാൻ പറ്റുന്നില്ല എന്തായാലും. അപ്പോൾ ഇനി എന്തെങ്കിലും പ്ലാനിന് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ എന്തിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തായിരുന്ന ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.